സ്നേഹമുള്ളവരെ, ചിലരൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, ശാസ്ത്രജ്ഞരും യുക്തിപരമായി കാര്യങ്ങളെ പറ്റി ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നവരും പിന്നീട് വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകും എന്നൊക്കെ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അത് സത്യമാണോ? പൂജ്യരാജാക്കന്മാർ നമുക്ക് കാണിച്ചു തരുന്നൊരു മാതൃകയുണ്ട്. അവർ വളരെ ദൂരെ നിന്ന് കിഴക്ക് നിന്ന് വരികയാണ്. അവർ ജ്ഞാനികളാണ്. അവരുടെ ജ്ഞാനം അവരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ വളരെ പ്രശസ്തരായ ചില ശാസ്ത്രജ്ഞർ നമുക്ക് കാണിച്ചു തരുന്ന ഒരു വലിയ ഉൾക്കാഴ്ചയുണ്ട്. ഫ്രാൻസിസ് കോളിൻസ് എന്ന് പറയുന്ന ജനിതക ശാസ്ത്രജ്ഞൻ, അദ്ദേഹം ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൻ്റെ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത മനുഷ്യനാണ്. ഈ പ്രോജക്റ്റിൻ്റെ ആരംഭത്തിൽ അദ്ദേഹം ഒരു നാസ്തികനായിരുന്നു, ദൈവത്തിൽ വിശ്വസിക്കാത്തൊരു മനുഷ്യൻ. എന്നാൽ ഈ മഹത്തായ പ്രോജക്റ്റിൻ്റെ അവസാനം അദ്ദേഹം ദൈവവിശ്വാസത്തിലേക്ക് കടന്നു വരികയാണ്. യഥാർത്ഥ ജ്ഞാനം, അറിവ് നമ്മെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്നുവെന്ന് ഈ ഒരു കുഞ്ഞു സംഭവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ വളരെ പ്രശസ്തരായ മറ്റ് ശാസ്ത്രജ്ഞരുണ്ട്. മൈക്കിൾ ഫാരഡേ, അലൻ സാൻഡേജ്, ജോൺ പോൾക്കിൻഹോൺ, ആലിസ്റ്റർ മക്ഗ്രാത്ത്, ജോർജ് ലമിയത്തർ, ഇവരൊക്കെ ഇവരുടെ ശാസ്ത്രീയമായ അറിവ് ഇവർക്ക് വലിയ ദൈവവിശ്വാസത്തിലേക്ക് ഇവരെ നയിക്കുകയായിരുന്നു. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഈ ചിന്ത, യഥാർത്ഥ അറിവ്, യഥാർത്ഥ ജ്ഞാനം നമ്മെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്നു എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. അത് നമുക്ക് പൂജ്യരാജാക്കന്മാർ കാണിച്ചു തരുന്ന മഹനീയമായ ഒരു ഉൾക്കാഴ്ചയാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 1-ാം അധ്യായം 14-ാമത്തെ തിരുവചനം, കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. സ്നേഹമുള്ളവരെ, നമുക്ക് യഥാർത്ഥ അറിവിലൂടെ, ജ്ഞാനത്തിലൂടെ ക്രിസ്തുവിൽ എത്തിച്ചേരാൻ സാധിക്കും എന്ന പ്രത്യാശ ഈ ക്രിസ്മസ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.